സ്റ്റാർ സിംഗറിന്റെ പുതിയ സീസൺ, അതായത് 10ാമത്തെ സീസണിൽ ആരായിരിക്കും ആങ്കറായി എത്തുന്നത് തുടങ്ങി കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. വർഷ തന്നെയാണ് അവതാരകയായിട്ട് എത്തുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. കുറെ ജഡ്ജിംഗ് പാനലിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അവതാരക മാറുമെന്നും അങ്ങനെ തുടങ്ങിയ വലിയ മാറ്റത്തോടെയാണ് സ്റ്റാർ സിംഗർ 10ാം സീസൺ എത്തുക എന്നാണ് നിലവിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ജഡ്ജിംഗ് പാനലിൽ പഴയ ആളുകൾ തന്നെയായിരിക്കുമെന്നും സ്റ്റാർ സിംഗർ ആദ്യ സീസൺ ആങ്കർ ആരായിരുന്നു എന്നൊരു വെളിപ്പെടുത്തലും പുറത്തു വന്നിട്ടുണ്ട്. സ്റ്റാർ സിംഗറിന്റെ ആദ്യ സീസണിൽ അവതാരികയായിട്ട് എത്തിയത് റിമി ടോമിയാണ്. ആർക്കും അറിയില്ല അങ്ങനെ ഒരു സീസണിനെ കുറിച്ച്. കാരണം സ്റ്റാർ സിംഗർ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് രഞ്ജിനി ഹരിദാസിനെയാണ്. ആ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ പറ്റില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ അങ്ങനെയല്ല, ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. റിമി ടോമിയാണ് ആദ്യ സീസൺ അവതാരികയായിരുന്നത്. പിന്നീടാണ് അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ ആ ഒരു രംഗത്തേക്ക് രഞ്ജിനി ഹരിദാസ് എത്തിയത്. ഇപ്പോൾ 10ാം വർഷത്തിൽ അല്ലെങ്കിൽ 10ാം സീസണിൽ എത്തുന്നത് ആരായിരിക്കും? അല്ലെങ്കിൽ ഇപ്പോൾ രഞ്ജിനി ഹരിദാസ് തിരികെ എത്തുമോ? വർഷയ്ക്ക് സിനിമയിൽ തിരക്കായതുകൊണ്ട് രഞ്ജിനി ഹരിദാസ് തിരികെ എത്തുമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെല്ലാം ഉത്തരമായിരിക്കുകയാണ്. സ്റ്റാർ സിംഗർ 10ാം സീസണിൽ വർഷ തന്നെ അവതാരികയാകും. ഒന്ന്, ആ സ്റ്റാർ സിംഗറിന്റെ ഫിനാലെ എന്നൊക്കെ പറയുന്നത് അത് ആ കുട്ടികളുടെ സ്പേസാണ്. അപ്പോൾ ഞാനവിടെ വന്നിരുന്ന്, ഒന്നാമത് ഞാൻ വന്നാൽ ഈ പിള്ളേരൊന്നും അധികം മിണ്ടത്തില്ലായിരുന്നു ആ സമയത്ത്. അപ്പം ഇപ്പം ഞങ്ങൾ കുറച്ചുകൂടെ കമ്പനിയായി. അന്ന് ആ ഷോയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ സ്ഥിരമായിട്ട് ഈ കിടന്ന് ബഹളം വെക്കുന്നത് കൊണ്ടായിരിക്കും പിള്ളേർക്ക് എപ്പോഴും ഒരു ചെറിയ ഭയം കലർന്ന ബഹുമാനം, അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം അതുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇൻ്റർവ്യൂവിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് നിശബ്ദരാകും. അപ്പം നിങ്ങളുടെ കണ്ടന്റിനെയാണ് അത് ബാധിക്കാൻ പോകുന്നത് ആ സമയത്ത്. അപ്പം നമ്മളെല്ലാവരും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ആ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ചിന്തിക്കണമല്ലോ. പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും വിടില്ലെന്ന് മനസ്സിലായില്ലേ? പുറകെ നടന്ന് ഒരു കൊല്ലം എടുത്തില്ല, പക്ഷെ എന്നാലും ഞങ്ങളോട് വരുത്തിച്ചു സർഗോച്ചേട്ടനെ. ഫൈനലി ഒരുപാട് സന്തോഷം സർഗോച്ചേട്ടാ. 2008 ഈ സ്റ്റാർ സിംഗർ, അന്ന് എനിക്ക് തോന്നുന്നു 3ാമത്തെ സീസണാണ്. അന്ന് 2008 കുറച്ച് നാൾ ആങ്കർ ചെയ്ത ആളാണ് ഞാൻ. ഇപ്പോ 17 കൊല്ലമായി. 17 കൊല്ലം കഴിഞ്ഞപ്പോഴും സ്റ്റാർ സിംഗർ അതിന്റെ കുറെ പുതിയ രൂപത്തിലോ പുതിയ ഭാവത്തിലോ എന്നൊക്കെ പറയുന്ന പോലെ, എന്നാൽ അന്നത്തിനെക്കാട്ടിലും ഇന്നിപ്പോൾ ആൾക്കാർ വളരെയധികം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പ്രോഗ്രാം കാണാൻ, ഈ വർഷത്തെ കണ്ടസ്റ്റൻസിനെ കാണാൻ. അതിൻ്റെ ആ ഒരു ഭംഗി ഇപ്പോഴും പോവാതെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. ഇടയ്ക്കൊന്നും അത് ഒരല്പം ഒരു ഗ്യാപ്പൊക്കെ വന്നിരുന്നു ഇടയ്ക്ക് കുറച്ച് നാളുകളിൽ. പക്ഷെ എന്നാലും വളരെ പിന്നീട് എണീറ്റപ്പോൾ ഈ കഴിഞ്ഞ വർഷം അതിനകത്ത് ഭയങ്കര ഒരു മേക്ക് ഓവർ വരുത്തിക്കൊണ്ടോ അതിനെ ശരിക്കും ഒരു ലൈവ് ആക്കി എടുത്തു സർഗോച്ചേട്ടൻ ഇതിലേക്ക് വന്നപ്പോൾ. ഇതിൻ്റെ ഒരു ക്യാപ്റ്റൻസിയിലേക്ക് സർഗോച്ചേട്ടൻ വന്നപ്പോൾ കുറെ ഒരു കോളിളക്കം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു മാറ്റം വരുത്താൻ സർഗോച്ചേട്ടനായിട്ട് ചെയ്തത് എന്തൊക്കെയായിരുന്നു? ഞാൻ ബോധപൂർവ്വം ഒന്നും ശ്രമിച്ചിട്ടില്ല. എനിക്ക് അതിന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ബാക്കിലേക്ക് പറയേണ്ടി വരും. കാരണം ഞാൻ ഒരു 2017 ഞാൻ ഏഷ്യാനെറ്റ് വിടുന്നത്. ഞാൻ അറിയാമല്ലോ, ഞാനൊരു 2011 ഞാൻ ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യുന്നത്. 11 കഴിഞ്ഞിട്ട് 11 മുതൽ 17 വരെ ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഭാഗമായിരുന്നു. ഞാൻ ചീഫ് പ്രൊഡ്യൂസറായിരുന്നു. ഞാൻ അവിടെ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ റിയാലിറ്റി ഷോ ചെയ്തിരുന്നു. മൈലാഞ്ചി ചെയ്തിരുന്നു. മൈലാഞ്ചി ഒരു വലിയ ഹിറ്റായിരുന്നു പോയിരുന്നെങ്കിൽ പോലും ആ സമയത്ത് മൈലാഞ്ചി റീച്ച് ആവുന്ന ഒരു സർട്ടൺ ലെവൽ ഓഫ് ഓഡിയൻസ് ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ മിഡിൽ ഈസ്റ്റിലായിരുന്നു അത് പോപ്പുലർ. പക്ഷെ കേരളത്തിൽ അത് കാണുന്ന ആൾക്കാരുണ്ടായിരുന്നിരിക്കാം, പക്ഷെ വളരെ കുറവായിരുന്നു. അതുപോലെ ഹിറ്റ് നിൽക്കുന്ന സമയത്ത് പാരലലി സ്റ്റാർ സിംഗറും പോകുന്നുണ്ടായിരുന്നു. പക്ഷെ സ്റ്റാർ സിംഗ് ഇപ്പൊ ഏത് ഷോ ആണെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റൈൽ ഫീൽ ഉണ്ടല്ലോ, അത് സ്റ്റാർ സിംഗറിനെയും ബാധിച്ചിട്ടുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആക്ച്വലി ഞാൻ 2011 ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യുന്നത് സ്റ്റാർ സിംഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നെ അന്ന് സൂര്യ ടി വിയിൽ നിന്ന് ഏഷ്യാനെറ്റ് ഹയർ ചെയ്യുന്നത്, ഏഷ്യാനെറ്റിനെ എടുക്കുന്നത് സ്റ്റാർ സിംഗർ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം അന്ന് സ്റ്റാർ സിംഗർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ അധികം ആൾക്കാരുൾപ്പെടെ ആ സമയത്ത് സ്റ്റാർ സിംഗറിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെ അന്ന് മനോരമയിലേക്ക് പോയി ജോയിൻ ചെയ്തു. മഴവില്ലിൻ്റെ അന്ന് മഴവില്ലിൽ ജോയിൻ ചെയ്തപ്പോൾ ആ ഒരു സ്പേസിലേക്ക് സ്റ്റാർ സിംഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് അത്യാവശ്യം എന്താ പറയുക പോപ്പുലർ ആയിരുന്ന ഷോസ് ചെയ്തുകൊണ്ടിരുന്ന എന്നെ സൂര്യ ടി വിയിൽ നിന്ന് ഏഷ്യാനെറ്റിലേക്ക് ഹയർ ചെയ്യുന്നത്. പക്ഷേ ഏഷ്യാനെറ്റിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാർ സിംഗർ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ പിന്നിൽ എന്താ പറയുക കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് സ്റ്റാർ സിംഗർ ഏൽപ്പിക്കാൻ എന്താ പറയുക അവിടുത്തെ ഹെഡ് ലെവലിലുള്ള പലർക്കും ചില ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ സ്റ്റാർ സിംഗർ എനിക്ക് എന്നും ഒരു കിട്ടാക്കനിയായിട്ട് ഇങ്ങനെ അങ്ങ് പോയി. പിന്നെ മൈലാഞ്ചി ചെയ്തു. മൈലാഞ്ചി ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൽ സ്റ്റാർ സിംഗർ ഉണ്ട്, പക്ഷെ എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്താണ് സ്റ്റാർ സിംഗർ എന്ന് എനിക്ക് തോന്നിയിരുന്നു ആ സമയത്ത്. കാരണം പതുക്കെ സ്റ്റാർ സിംഗർ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ അകന്നകന്ന് പോകുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2017 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സീൽ എന്നൊരു ഓഫർ വന്നു. സീൽ നിന്ന് ഓഫർ വന്നപ്പോൾ
ഞാൻ സിയുടെ നാഷണൽ ലെവലിലുള്ള സാരിഗമപ്പ എന്ന് പറഞ്ഞ ഷോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ സിയിൽ ജോയിൻ ചെയ്യുന്നില്ല, എനിക്ക് എന്തായാലും സിനിമയാണ് എൻ്റെ സ്വപ്നം, ഞാൻ സിനിമയിലേക്ക് പോവാണ്, എനിക്ക് നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്ക് സാരിഗമപ്പയുടെ എനിക്ക് ഔട്ട്സൈഡ് പ്രൊഡക്ഷൻ തരാൻ പറ്റുമോ? അപ്പോൾ അവർ കുറച്ച് ആലോചിച്ചിട്ട് ഔട്ട്സൈഡ് പ്രൊഡക്ഷൻ തരാൻ പറ്റില്ല, നിങ്ങളുടെ പ്രോഗ്രാം ഹെഡായിട്ട് ജോയിൻ ചെയ്യണം എന്നൊരു സാധനമാണ് അവർ വെച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓൺലി ബിക്കോസ് ഓഫ് സാരിഗമപ്പ അല്ലെങ്കിൽ ഓൺലി ബിക്കോസ് ഓഫ് സച്ച് ആൻ അമേസിങ് ഷോ ഞാൻ സിയിൽ പ്രോഗ്രാം ഹെഡായിട്ട് ജോയിൻ ചെയ്തു. അവർ പറഞ്ഞ പോലെ തന്നെ ഞാൻ സരിഗമപ്പ സ്റ്റാർട്ട് ചെയ്യുന്നു. സരിഗമപ്പ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു സരിഗമപ്പയ്ക്കൊപ്പം സമാനമായിട്ടുള്ള ഷോസ് മഴവിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സൂര്യ TV സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളായിരുന്നു അന്നത്തെ കണ്ടസ്റ്റൻസിന് നമ്മളൊരു ഓഡിഷൻ വെക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ലീസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്ന സാധനം സി ആണ്. കാരണം സി അന്ന് അത്രയും പോപ്പുലർ അല്ല. സി തുടങ്ങിയിട്ട് തന്നെ ഏതാണ്ട് 2 മാസമേ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കുറേ പിള്ളേരെ എല്ലാം കൂടെ പലയിടത്തുനിന്നായിട്ട് തട്ടിക്കൂട്ടി കിട്ടിയ പിള്ളേരെയും കൂടെ ഒക്കെ വെച്ചിട്ട് ഞാൻ സരിഗമപ്പ ലോഞ്ച് ചെയ്തു. പക്ഷേ ബാക്കിയുള്ള 2 ഷോസും നന്നായി വർക്കൗട്ടായില്ല. സരിഗമപ്പ കയറി ഞാൻ കൊളുത്തി. അപ്പോൾ എൻ്റെ ഒരു എന്ന് വെച്ചാൽ എനിക്ക് സ്റ്റാർ സിംഗറിൽ ചെയ്യാൻ പറ്റാതിരുന്നതെല്ലാം ഞാൻ സരിഗമപ്പയിൽ ചെയ്തു. ആൻഡ് സരിഗമപ്പ ഒരു വലിയ ഹിറ്റായി മാറി. എനിക്ക് തോന്നുന്നു 2014 ശേഷം മലയാളത്തിന് അങ്ങനെ ഒരു റിയാലിറ്റി ഷോസ് ഒന്നും വന്നിരുന്നില്ല. പ്രത്യേകിച്ച് മ്യൂസിക് റിയാലിറ്റി ഷോസിൻ്റെ അതങ്ങ് ഫെയ്ഡായി. കാരണം ഒരേ പാട്ടുകൾ, ഒരേ ടൈപ്പ് ജഡ്ജിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ സമയത്താണ് FM വരുന്നത്. കുറച്ചുകൂടെ ക്ലാരിറ്റിയുള്ള പാട്ടുകൾ കേൾക്കാൻ തുടങ്ങിയ ആൾക്കാർ. ടെലിവിഷനിലൂടെ കേൾക്കുന്ന പാട്ടുകൾക്ക് എന്നും ഒരു മോണോയോ സ്റ്റീരിയോയോ സ്വഭാവമേ ഉള്ളൂ. ഇപ്പോൾ യൂട്യൂബിൻ്റെ തരംഗം വരുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഒരു ഹിയറിംഗ് സെൻസിബിലിറ്റി ഭയങ്കരമായിട്ട് മാറി. അവർക്ക് കുറച്ചുകൂടെ നല്ല പാട്ടുകൾ കുറച്ചുകൂടെ ക്വാളിറ്റിയോടെ കേൾക്കാൻ തുടങ്ങിയപ്പം അവർക്ക് ഈ ടെലിവിഷനിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പോരാതെ വന്നു. അപ്പോൾ അങ്ങനെ പതുക്കെ ഇതൊന്നും ഇനി റിയാലിറ്റി ഷോ ടെലിവിഷനിൽ വർക്കൗട്ട് ആവില്ല എന്ന് ചിന്തിച്ച് തുടങ്ങിയ സമയത്താണ് ഒരു കൊടുങ്കാറ്റ് പോലെ സരിഗമപ്പയുടെ വരവ്. അപ്പം സരിഗമപ്പയുടെ വരവ് എന്ന് പറയുന്നത് എനിക്കും കുറേ ഗുണം ചെയ്തു. കാരണം വെച്ചാൽ അത് പെട്ടെന്ന് ഇങ്ങനൊരു ഷോ വരുന്നു. ആ ഷോ ഭയങ്കര ന്യൂജൻ ലെവൽ ഓഫ് ഷോയാണ്. ആ ഷോ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. ഷോ ഹിറ്റായതപ്പം എന്നെയും ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് ഞാനൊരു 2021 സി വിടുന്നു. സി വിട്ട് കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ട് അതൊന്നും റീച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം കോവിഡിൻ്റെ സെക്കൻഡ് വേവ് വന്നിരിക്കുന്ന സമയമായിരുന്നു. പ്രൊഡക്ഷൻ മുഴുവൻ നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെപ്പോലെയുള്ള എന്താ പറയുക ഒരു ഹെഡ് ലെവലിലുള്ള ഒരാളെ ഹയർ ചെയ്യാൻ അന്ന് ഒരു ചാനലിനും അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. കാരണം പ്രൊഡക്ഷൻ ഇല്ലാതെ ഒരാളെ ഹയർ ചെയ്തിട്ടെന്താ കാര്യം. അങ്ങനെ ഞാൻ 1.5 കൊല്ലം പോയി കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഏഷ്യാനെറ്റിൽ നിന്ന് എനിക്കൊരു ഓഫർ വരുന്നത്. ഒരു ഡാൻസ് ഷോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. ആ ഡാൻസ് ഷോ ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാര്യം അന്ന് സ്റ്റാർ സിംഗറിൽ അതിൻ്റെ തൊട്ട് തലേ സ്റ്റാർ സിംഗറിൽ നമ്മുടെ ആശാ ശരത്ത് ഗസ്റ്റായിട്ട് ചെല്ലുന്നു. അപ്പം ആശ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്താ ഡാൻസ് റിയാലിറ്റി ഷോ ചെയ്യാത്തതെന്ന് അവിടുത്തെ ഹെഡിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നല്ല കോൺസെപ്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു സർഗോയുടെ ഒരു നല്ല കോൺസെപ്റ്റ് ഉണ്ട്, പണ്ട് സീലിടുന്ന സമയത്ത് സർഗോയും ഞാനൊരു കോൺസെപ്റ്റ് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് സംസാരിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടാണ് ഏഷ്യാനെറ്റിൽ എനിക്ക് കോൾ വരുന്നത്. അപ്പം ഞാൻ അങ്ങനെ ആ ഒരു ലെവലിൽ അത് വെച്ചിട്ട് പിന്നെ ആ ഷോ നടന്നു. ആ ഷോ നന്നായി പോയി. ഒരു ഡാൻസ് റിയാലിറ്റി ഷോ കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റീച്ചിൻ്റെ മുകളിലെത്തിയ ഷോ ഡാൻസിങ് സ്റ്റാർസ്. അത് ചെയ്തുകൊണ്ട് അതേ തന്നെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഏഷ്യാനെറ്റിൻ്റെ ഹെഡ് കിഷൻ ചോദിക്കുന്നത് സ്റ്റാർ സിംഗർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ എല്ലാ കാലത്തെയും ഒരു സ്വപ്നമാണ്, പക്ഷേ സ്റ്റാർ സിംഗർ സ്ഥിരമായിട്ട് ഒരു ടീം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ആശങ്കകളുണ്ടായിരുന്നു. അപ്പോൾ കിഷൻ്റെ ഒക്കെ പറഞ്ഞ് എനിക്ക് വേണ്ടത് സക്സസ് ആണ്, അതിന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ എന്തിനാ മടിക്കുന്നത്, കാരണം എൻ്റെ ഡ്രീമാണ് ഈ ഷോ. കാരണം ഈ ഷോ നോക്കിയിട്ടാണ് ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് മറ്റു ഷോകൾ ചെയ്ത് കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കയറി പിടിച്ചു അതിൽ. അപ്പം പിന്നെ പുതിയതായിട്ട് എന്ത് എന്നുള്ളതാണ്. കാരണം ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു എക്സിസ്റ്റിംഗ് ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീം എന്ന് പറയുന്നത് ആ ജഡ്ജസ് ഉൾപ്പെടെയുള്ള ടീമായിരുന്നു. മറ്റേ സരിഗമപ്പയിൽ ഞെട്ടുന്ന ജഡ്ജസ് ഉൾപ്പെടെയുള്ള ടീമായിരുന്നു. പക്ഷേ സി പാരലലി സരിഗമപ്പ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവരും പോയി, ഞാൻ മാത്രമായി. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഓഡീഷൻ നടത്തി. ഓഡീഷനിൽ കുറേ പിള്ളേരെ കിട്ടി. എൻ്റെ മുന്നിലൊരു പാനലില്ല, എൻ്റെ മുന്നിലൊരു ആങ്കർ ഇല്ല, ഞാനും കുറേ പിള്ളേരും മാത്രമായി. എൻ്റെ ഷൂട്ടിങ്ങിന് ഡേറ്റ് ആണെങ്കിൽ അടുത്തടുത്ത് വരികയാണ്. അവസാനം ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഞാൻ ചിത്ര ചേച്ചിയെ വിളിക്കുന്നു. ചിത്ര ചേച്ചി എൻ്റെ ഷോയിൽ കയറാൻ പറ്റുമോ? അപ്പം ആദ്യം ഞാൻ ചോദിക്കും ചിത്ര ചേച്ചി എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ചിത്ര ചേച്ചിക്ക് എൻ്റെ നമ്പറുണ്ട്. എന്താ സർഗു അങ്ങനെ ചോദിച്ചത്? ചിത്ര ചേച്ചി പെട്ടെന്ന് തന്നെ വിളിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി എൻ്റെ ഷോയിൽ വരാൻ പറ്റുമോ? സർഗുയുടെ ഷോയിലല്ല, സ്റ്റാർ സിംഗർ അല്ലേ, അതെല്ലാവരും ആയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ആയിട്ടില്ല, ഞാൻ പുതിയ ടീമിനെ നോക്കുകയാണ്, ചേച്ചിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു.
അപ്പം അന്ന് രാത്രിയിൽ ഞാൻ ചേച്ചിയായിട്ട് സംസാരിക്കുന്നു. പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ കൊമേഴ്ഷ്യൽ ഡിസ്കഷൻസ് നടക്കുന്നു. ചേച്ചി ഓണായി. ചേച്ചി വരാം എന്ന് സമ്മതിക്കുന്നു. ഇത് ഷൂട്ടിനൊരു 6 ദിവസം മുമ്പാണ്. ഷൂട്ടിനൊരു 6 ദിവസം മുമ്പാണിത്. അതായത് അതുവരെ എല്ലാവരും ചോദിക്കുന്നു എന്തായി, ഞാൻ ഇങ്ങനെ തംസപ്പൊക്കെ കാണിക്കുന്നുണ്ട്, എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പം പിന്നെ വിധുവിനെ എന്നോട് ഞാൻ അതിനു മുമ്പേ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിധു വരുന്നു, സിതാരയെ വിളിക്കുന്നു, ഞാനൊരു പാനൽ ഉണ്ടാക്കി. പക്ഷെ പിന്നീട് ആ പാനൽ ഒരു ഗംഭീര പാനലായി മാറി. ഞാനൊരു പാനൽ ഉണ്ടാക്കുന്നു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കൊരു ധാരണയുണ്ട്, ഈ എങ്ങനെയാണ്. പിന്നെ 2 ടീമായിട്ട് തിരിക്കുന്നു. അപ്പം ആ കോൺസെപ്റ്റ് അവിടെയുണ്ട്. അതായത് ഗുരുകുലം കോൺവെന്റ് സ്കൂൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെയുണ്ട്. പക്ഷെ ഇരിക്കാൻ ഈ മെയിൻ തലകളാണ് ഇല്ലാതെ പോയത്. കാരണം ഈ തലകൾ മുഴുവൻ അങ്ങ് പോയി. പിന്നെ ആങ്കർ വേണം. അപ്പോൾ ആ സമയത്ത് അത് കുറച്ച് മുമ്പ് എൻ്റെ കയ്യിൽ വർഷ എന്നെ വന്ന് കണ്ടിരുന്നു. ശില്പബാല പറഞ്ഞിട്ട് എന്നെ വന്ന് കണ്ടിരുന്നു. അപ്പം ഞാൻ വർഷ എടുക്കൽ ഓക്കെ എന്നും പറഞ്ഞില്ല, നോ എന്നും പറഞ്ഞിരുന്നില്ല. പിന്നെ ഞാൻ വീണ്ടും വർഷ പിന്നെ എന്നെ കാണാൻ വരുന്നു. ഞാൻ വർഷ എടുക്കൽ വീണ്ടും സംസാരിക്കുന്നു. ഒരു 2 ദിവസം വർഷയ്ക്ക് ഞാനൊരു ചെറിയ ട്രെയിനിങ് പോലെ കൊടുക്കുന്നു. തട്ടേ കയറുന്നു. ഇത്രയ്ക്കുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എത്രയോ ദിവസങ്ങളിൽ ഈ അൺസർട്ടനിറ്റീസിൻ്റെ പീക്കിൽ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? കാരണം ഞാൻ എവിടെ ചെന്നാലും പണിയാണല്ലോ ഭഗവാനെ. കാരണം ഇത് എനിക്ക് അതായത് എന്ത് പറഞ്ഞു നമ്മളിനി എത്ര എന്ന് പറഞ്ഞാലും സരിഗമപ പാരലലി നടക്കുന്നു, സ്റ്റാർ സിംഗർ ഇവിടെ തുടങ്ങുന്നു, ഒരു കമ്പാരിസൺ ഉണ്ടാവും.